ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണത്തിൽ പ്രതിസന്ധിയിലായി സർക്കാരും ഇടതുമുന്നണിയും. പോലീസും പ്രതിക്കൂട്ടിൽ. വാളകത്തെ വീട്ടിൽ മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും തെളിവുണ്ടെന്നും ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞുവെച്ചെന്നും മുൻ DGP R ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം സഹായം തേടിയെങ്കിലും പോലീസ് ഇടപെട്ടില്ലെന്നും ആരോപണം. പ്രണയം കുറ്റമല്ലെന്നും തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പെന്നും ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലെന്ന് പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കത്തിലൂടെയും സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ ആഹ്വാനം ചെയ്തെന്നും രാജ്യത്തിന്റെ ഊർജ്ജ മേഖല ഭദ്രമെന്നും വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ. പ്രസ്താവനയല്ല, ചർച്ചയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. പ്രധാനമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി സ്ഥിതി വിലയിരുത്തി. ഇന്ധനവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ ബാരലിന് $114. ഇന്ത്യൻ ഓഹരി വിപണി ഇടിഞ്ഞു. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലും ഇടിവ്. മുജ്തബ ഖമനേയിയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച് ഇറാൻ പണ്ഡിത സഭ. അംഗീകരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തകർത്ത് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ വീണ്ടും മാറ്റിവെച്ചു. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് സംസ്ഥാനം. BJPയുടെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി മറ്റന്നാൾ കൊച്ചിയിൽ. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം പരസ്യമായി പ്രഖ്യാപിച്ച് K സുധാകരൻ. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ തൃശൂരിൽ CPIയിൽ പൊട്ടിത്തെറി. നാട്ടികയിൽ പേയ്മെന്റ് സീറ്റെന്ന് CC മുകുന്ദൻ. പാർട്ടി മറുപടി നൽകുമെന്ന് ഗീതാ ഗോപി. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുകുന്ദൻ. KSRTCയിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ കോടതി മേൽനോട്ടം വഹിക്കും. നഷ്ടം സഹിച്ചും KSRTC എന്തിനു പ്രവർത്തിക്കുന്നുവെന്ന് സുപ്രീം കോടതി. മമ്മൂട്ടിക്കെതിരായ സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിൽ പരസ്യമായി ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് സന്ദർശനം സതുദ്ദേശത്തോടെയെന്നും കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നയാളാണ് മമ്മൂട്ടിയെന്നും മുഖ്യമന്ത്രി. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. വിടവാങ്ങിയത് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാൻ. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിൽ. സഞ്ജു സാംസണിന് തിരുവനന്തപുരത്ത് ഗംഭീര സ്വീകരണം. ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് എല്ലാവർക്കും വിജയം സമർപ്പിക്കുന്നുവെന്ന് സഞ്ജു. ICC ലോകകപ്പ് ടീമിൽ ഇടം നേടി സഞ്ജു സാംസൺ. ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും ബുംറയും ടീമിൽ. അതിവേഗ റെയിൽവേ പദ്ധതി എന്തിനെന്ന് ജനങ്ങളെ അറിയിക്കാൻ മെട്രോമാൻ. ആശങ്ക പരിഹരിക്കാനും പദ്ധതിയുടെ നേട്ടങ്ങൾ അറിയിക്കാനും മലപ്പുറത്ത് ജനസമ്പർക്ക പരിപാടി നടത്തി E ശ്രീധരൻ.